മാന്യ പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ ചീമക്കൊന്നയുടെ ഇല ഉപയോഗിച്ച് ഒരു ലായനി വളം ഉണ്ടാക്കുന്ന വിധമാണ് കാണാൻ പോകുന്നത്. എല്ലാ പച്ചക്കറികൾക്കും എല്ലാ കൃഷികൾക്കും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വളമാണ് ചീമക്കൊന്നയുടെ ഇല കൊണ്ടുള്ള ഒരു വളം. വളരെ ലളിതമായ രീതിയിൽ ആർക്കും നിർമ്മിച്ചെടുക്കാനും മറ്റ് വില കൊടുത്ത് മേടിക്കുന്ന വളങ്ങളൊന്നും തന്നെ ഉപയോഗിക്കാതെ പഴങ്ങളും പച്ചക്കറികളും ഉൾപ്പെടെയുള്ള എല്ലാ വിളകൾക്കും ഉപയോഗിക്കാനും പറ്റുന്ന ഒരു വളപ്രയോഗമാണ് ഈ ചീമക്കൊന്നയുടെ ലായനി വളം. അതിന് നമുക്ക് വേണ്ടത് ചീമക്കൊന്നയുടെ കുറേ തോലാണ്. ചീമക്കൊന്നയുടെ തോല് ഈ ബക്കറ്റ്, ഇതേപോലെയുള്ള ബക്കറ്റ്, അതല്ലെങ്കിൽ ഡ്രമ്മ്, അതുപോലെ നമുക്ക് എത്രമാത്രം കൃഷിയുണ്ടോ അതിന് ഉചിതമായ രീതിയിലുള്ള ഒരു പാത്രം സംഘടിപ്പിച്ച് അതിനകത്ത് ഈ ചീമക്കൊന്നയുടെ തോല് അരിഞ്ഞിടുക എന്നുള്ളതാണ്. പയർ വർഗത്തിൽപ്പെട്ട ഒരു സസ്യമാണ് ചീമക്കൊന്ന. മിക്ക സസ്യങ്ങളുടെയും വളർച്ചയ്ക്കും അത് മികച്ച വിളവ് കിട്ടുന്നതിനും ആവശ്യമായ എല്ലാ പോഷകഘടകങ്ങളും ഈ ചീമക്കൊന്നയുടെ ഇലയിലുണ്ട്. ഇനി നമ്മൾ ഈ ബക്കറ്റിനകത്ത് ചീമക്കൊന്നയുടെ ഇല, ഈ ബക്കറ്റിൻ്റെ ഒരു 1/4 ഭാഗത്തോളം ചീമക്കൊന്നയുടെ ഇല നമ്മൾ നിറച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിനകത്ത് വെള്ളം ഒഴിക്കുക എന്നുള്ളതാണ്. നല്ല വെള്ളം ഒഴിക്കുക, ശുദ്ധജലം ഒഴിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഇത് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ശുദ്ധജലം ഒഴിച്ചു, വെള്ളം ഒഴിച്ചു കൊടുത്തു. വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഈ ഡ്രമ്മായാലും അതുപോലെ തന്നെ ഈ ബക്കറ്റായാലും അല്ലെങ്കിൽ ഏതൊരു പാത്രമായാലും ഇത് അടച്ച് വയ്ക്കുക എന്നുള്ളതാണ്. ഒരു കാരണവശാലും അടച്ചു വയ്ക്കാതിരിക്കരുത്. കാരണം ഇതിനകത്ത് കൊതുക്, മറ്റ് പ്രാണികളൊക്കെ മുട്ടയിട്ട് കുഴപ്പങ്ങളുണ്ടാക്കും. അതുകൊണ്ട് നമ്മളുണ്ടാക്കുന്ന ഈ ലായനി വളം തയ്യാറാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പാത്രം എന്തെങ്കിലും വസ്തുക്കൾ ഉപയോഗിച്ച് അടച്ചു കെട്ടി വെക്കുക. അപ്പം പ്രാണികൾ ഇറങ്ങി മുട്ടയിടാതിരിക്കാനും കൊതു ഉണ്ടാവാതിരിക്കാനും ഒക്കെയാണ്, കൂത്തായിട്ടുണ്ടാവാതിരിക്കാനും ഒക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്തതിന് ശേഷം ഒരു 10 ദിവസം ഇതിങ്ങനെ തന്നെ വെക്കണം. അപ്പോൾ അധികകാലം വെച്ചിരുന്ന് ഉപയോഗിക്കാനുള്ളവരാണെങ്കിൽ ഇതിനകത്ത് ഒരല്പം ശർക്കര ചേർത്ത് കൊടുക്കണം. ഒരു 250 ഗ്രാം ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കണം. ശർക്കര ചേർക്കുകയാണെങ്കിൽ ഒരു 3-ാമത്തെ ദിവസം പോലെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ ഇളക്കി കൊടുക്കുകയും വേണം. അതുപോലെ ശർക്കര ചേർക്കുകയാണെങ്കിൽ 1/2 ഭാഗം മാത്രമേ ഇതിൻ്റെ വെള്ളം ഒഴിക്കാവൂ. കാരണം ശർക്കരയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് ധാരാളം വായു ഉണ്ടാവും. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഇത് അടപ്പ് മേപ്പോട്ട് തെറിച്ചുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ സ്ഥലം വിട്ടേക്കണം, അതിനകത്ത് സ്ഥലം വിട്ടേക്കണം. അപ്പം 10 ദിവസത്തിനകം തന്നെ ഒഴിച്ച് തീർക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ശർക്കര ഇടണ്ട. 10-ലധികം ദിവസം വെച്ചേക്കാനാണെങ്കിൽ ദുർഗന്ധം ഉണ്ടാവാതിരിക്കാനാണ് ശർക്കര ചേർക്കണമെന്ന് നമ്മളിവിടെ പറയുന്നത്. അങ്ങനെ ഒരു 10 ദിവസം കഴിയുന്നുണ്ടെങ്കിൽ ഏറ്റവും മികച്ച ഒരു ലായനി വളമായിട്ട് ഇത് മാറും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇതിനകത്തുനിന്ന് മുക്കിയെടുക്കുന്ന പാത്രം, ഇപ്പോൾ ഒരു കപ്പ് എടുത്ത് കപ്പിനകത്ത് നിറച്ച് ലായനി മുക്കിയെടുക്കുക. ആ ലായനി ഒരു പാത്രത്തിൽ ഒഴിച്ചതിന് ശേഷം ആ മുക്കിയ ലായനിയുടെ 2 കപ്പ് വെള്ളവും കൂടെ അതിനകത്ത് ചേർത്ത് ഭംഗിയായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം ഈ ചെടികളുടെ ചുവട്ടിൽ, തണ്ട മുട്ടാത്ത രീതിയിൽ ചെടികളുടെ ചുവട്ടിൽ തളിച്ചു കൊടുക്കാം.
ഇത് ആഴ്ചയിൽ 2 പ്രാവശ്യം വീതം ചെയ്യുകയാണെങ്കിൽ മറ്റൊരു വളവും ചെയ്യാതെ തന്നെ അടുക്കള തോട്ടത്തിലേക്കും അതുപോലെ തന്നെ മറ്റ് വിളകൾക്കും ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. പ്ലാവിനും മാവിനും പറങ്കാവിനും മുളകുപൊടിക്കും ഉണ്ടവളവിനും ചീരയ്ക്കും എന്ന് വേണ്ട എല്ലാ ചെടികൾക്കും ഈ വളപ്രയോഗം നമുക്ക് സാധിക്കും. അപ്പോൾ വളം വലിയ വില കൊടുത്ത് മേടിക്കുന്ന ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാനും അതുപോലെ തികച്ചും ജൈവ രീതിയിൽ തന്നെ വളം ഉണ്ടാക്കിയെടുക്കുന്നതിനും ഒപ്പം ദീർഘകാലം വിളവുകൾ കേടുകൂടാൻ നിൽക്കുന്നതിനും ഈ ചീമക്കൊന്നയുടെ ഈ ലായനി വളം വളരെയധികം പ്രയോജനമാണ്. അപ്പോൾ ചീമക്കൊന്ന നമ്മുടെ കൃഷിയിടത്തിൽ നിന്നും അല്പം മാറ്റി കല്ല് നിറഞ്ഞു നിൽക്കുന്ന കല്ലിലോ അതുപോലെ തന്നെ പാറക്കെട്ടുകളിലോ അതുപോലെ ഒഴിഞ്ഞു കിടക്കുന്ന ഏതെങ്കിലും ഭാഗത്തോ ഒരു 4-5 മൂടി ചീമക്കൊന്നയുടെ കമ്പ് കൊണ്ട് നട്ടു കൊടുത്താൽ മതി. അത് തന്നെ കിളിച്ച് വരും. വർഷത്തിൽ 2 പ്രാവശ്യം നമുക്ക് ഇതിൻ്റെ ഇല വെട്ടിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഇല നമുക്ക് ഇങ്ങനെ ലായനി വളമായിട്ട് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ ഈ തോല് അതിൻ്റെ ഈ സസ്യങ്ങളുടെ ചുവട്ടി കൊണ്ടാലും മതി. പക്ഷേ ലായനി വളവും ആവുന്നുണ്ടെങ്കിൽ ഈ സസ്യങ്ങൾ പെട്ടെന്ന് വലിച്ചെടുക്കും. മറ്റേതാവുന്നുണ്ടെങ്കിൽ ഈ ഇല മണ്ണിൽ ലയിച്ച് അത് ലായനിയായി വേണം സസ്യങ്ങളുടെ വേരുകൾ വലിച്ചെടുക്കാൻ. പക്ഷേ ഇത് നമ്മൾ ലായനി ആവുന്നുണ്ടെങ്കിൽ ഇത് പിറ്റേ ദിവസം തന്നെ, ഇന്ന് നമ്മൾ ഒഴിക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം തന്നെ നമ്മൾ ഒഴിക്കുന്ന ആ സസ്യം അത് വലിച്ചെടുക്കുകയും നല്ല രീതിയിൽ ഊർജ്ജസ്വലതയോടുകൂടി ഇത് വളർന്ന് പുഷ്പിച്ച് കായ്ഫലം നമുക്ക് പ്രദാനം ചെയ്യുകയും ചെയ്യും. അപ്പോൾ ചിലവില്ലാതെ കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്ന കർഷകർ, പ്രത്യേകിച്ചും ഇപ്പം ധാരാളം വിദ്യാർത്ഥികൾ കൊച്ചു കൊച്ചു കൃഷികളൊക്കെ ചെയ്യുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ അവർക്കൊക്കെ അച്ഛനോടോ അമ്മയോടോ പൈസ വാങ്ങിക്കാതെ തന്നെ ഇത്തരത്തിലുള്ള ജൈവ വള ലായനി നിർമ്മിച്ചാൽ അത് ഈ അവർ നട്ടുപിടിപ്പിക്കുന്ന ചീരയ്ക്കും അതുപോലെ തന്നെ പയറിനും വെണ്ടയ്ക്കും വെള്ളരിക്കായ്ക്കും ഒക്കെ ഒഴിക്കുന്നതിലൂടെ മികച്ച വിളവ് കിട്ടാനും പണച്ചെലവ് ലാഭിക്കാനും സാധിക്കുന്നു. ഒപ്പം ഈ നമ്മുടെ ചുറ്റുപാടുമുള്ള പാഴായ ഈ കാടുപടലങ്ങളൊക്കെ വളമാക്കി മാറ്റിയെടുക്കാനും അങ്ങനെ പ്രകൃതിയിൽ ഉള്ളത് പ്രകൃതിക്ക് തന്നെ തിരിച്ചു കൊടുക്കാനുള്ള ഒരു സംവിധാനത്തിലേക്ക് നീങ്ങുകയും ചെയ്തു. അപ്പം ഇത് ശീലിക്കേണ്ടതും പാലിക്കേണ്ടതും നമ്മുടെ ഒരു ആവശ്യമാണ്. കാരണം ഈ കൃഷി വളരെ ദുർബലമായിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഒന്നാമത്തെ കാരണം ഭാരിച്ച വളങ്ങളുടെ വിലയാണ്. പിന്നെ മറ്റൊന്ന് മുതിർന്ന ജോലിക്കൂലി, ഏറ്റവും കൂടുതൽ ജോലിക്കൂലിയാണ്. പിന്നെ മറ്റൊന്ന് നേരിട്ട് കർഷകർക്ക് വിൽക്കാനുള്ള ഒരു സാഹചര്യമില്ലായ്മ. ഈ കാരണങ്ങളാലാണ് കൃഷി വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നത്. അതിനുള്ള പരിഹാരം നമ്മുടെ വീട്ടിലേക്കുള്ള ആവശ്യമുള്ള പഴങ്ങളും പച്ചക്കറികളും മറ്റും നമ്മുടെ വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാൻ നമ്മൾ ശ്രമിച്ചാൽ ഒരു ദിവസം 1 മണിക്കൂർ വീതം നമ്മൾ പരിശ്രമിക്കുകയാണെങ്കിൽ, ഇത്തരത്തിലുള്ള വളക്കൂട്ടുകളും മറ്റും നിർമ്മിച്ച് മുന്നേറുകയാണെങ്കിൽ നമുക്ക് ഒരു പൈസ ചിലവുമില്ലാതെ തന്നെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറികളും അതുപോലെ തന്നെ മറ്റ് വിളകളും ഒക്കെ ഉൽപ്പാദിപ്പിക്കുന്നത് മാത്രമല്ല, അത് പ്രകൃതിക്ക് യാതൊരു വിധത്തിലുള്ള കോട്ടം തട്ടാത്തതും പ്രകൃതി തന്നെ തരുന്ന വളങ്ങൾ പ്രകൃതിക്ക് തിരിച്ചു കൊടുക്കുന്നതുമായ ഒരു രീതിയാണ്. എല്ലാ പ്രിയപ്പെട്ടവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക, നല്ലതാണ്. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള കൃഷിയെ സംബന്ധിച്ച അറിവുകൾ ശേഖരിക്കുന്നതിനും അത് നടപ്പാക്കുന്നതിലും അറിവില്ലാത്തവർക്ക് പറഞ്ഞു കൊടുക്കുന്നതിനും അതുപോലെ തന്നെ ഗ്രഹവൈദ്യത്തെപ്പറ്റി മനസ്സിലാക്കുന്നതിനും ഒക്കെ എല്ലാവർക്കും താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഇത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതിനോടൊപ്പം ഒരു ബെല്ലൈക്കനുണ്ട്, അത് അമർത്തുകയാണെങ്കിൽ ഞങ്ങളിടുന്ന വീഡിയോ അപ്പോഴപ്പോഴും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എല്ലാവർക്കും എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം.